ഒപ്പം ഒരു അതിഥി കൂടി ചേരുന്നു. നിവിൻ പോളിക്കെതിരെ ഒരു പരാതി നൽകി, പീഡന പരാതി നൽകിയ യുവതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പീഡന പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. കോതമംഗലം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. കേസിൽ 1-ാം പ്രതി ശ്രേയ എന്ന സ്ത്രീയാണ്. നിവിൻ പോളി 6-ാം പ്രതിയാണ്. 2-ാം പ്രതി നിർമ്മാതാവ് AK സുനിൽ, 3-ാം പ്രതി ബിനു, 4-ാം പ്രതി ബഷീർ, 5-ാം പ്രതി കുട്ടൻ എന്നിവരാണ്. കേസെടുത്തതിന് പിന്നാലെ നിവിൻ പോളി ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ നിവിൻ പോളിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പരാതിക്കാരിയുടെ നിലപാട്. പരാതിക്കാരി തത്സമയം നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. നിങ്ങളുടെ പേരെനിക്ക് വെളിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളെ ഞാൻ തൽക്കാലം എം എന്ന് പേരിടുകയാണ്. കാരണം മറ്റൊരു പേര് ഇട്ടാലും ഈ പല പേരുകളിൽ പിന്നീട് വാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. നമസ്കാരം. നമസ്കാരം സാർ. ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? കാരണം ഇന്നലെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ട് നിങ്ങളെ അറിയില്ല, നിങ്ങളുമായി ഒരു വാട്സപ്പ് ചാറ്റും ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിവിൻ പോളിക്ക് താങ്കളെ അറിയാമോ ശരിക്കും? അതെ, എന്നെ അറിയാം. ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നത് ഈ ചെയ്ത ഫോണുകൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായി പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന്. അല്ല, നിവിൻ പോളി താങ്കൾക്ക് അയച്ച വാട്സപ്പ് ചാറ്റിന്റെ ഫോൺ എങ്ങനെയാണ് നിവിൻ പോളിയുടെ കയ്യിലാവുക? താങ്കളുടെ ഫോണിൽ തെളിവുണ്ടാവണ്ടേ? കാരണം ഞാനൊരു 3-4 ദിവസം അവിടെ ലോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് അവരത് പിടിച്ചെടുത്തതാണ്. തിരിച്ച് നാട്ടിലോട്ട് കയറി രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും എടുത്തോണ്ട് വരാൻ പറ്റിയില്ല. അതായത് അന്ന് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ നിവിൻ പോളിയുടെ കയ്യിലാണ് എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് നിവിൻ പോളി അങ്ങനെ പറഞ്ഞതല്ലേ? അതെ. നിവിൻ പോളി എത്ര കാലമായി താങ്കൾക്കറിയാം? അല്ലെങ്കിൽ താങ്കളും നിവിൻ പോളിയുമായി എത്ര കാലമായി ആശയവിനിമയം നടത്തുന്നുണ്ട്? എനിക്കങ്ങനെ ഒത്തിരി പരിചയമില്ല. അന്ന് അവിടെ വെച്ച് നവംബർ ഡിസംബർ ആ മാസത്തിലുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് വിദേശത്ത് പോകുന്നയാളാണോ താങ്കളും? അങ്ങനെയല്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ബേബി സിറ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ശ്രേയ എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നോട് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഒരു 3 ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയുണ്ടായി. അത് ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രൊഡ്യൂസറായ AK സുനിലിനെ പരിചയപ്പെടുത്തി തരികയും ഞാൻ AK സുനിലിനെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അന്ന് പുള്ളി എന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയും ഞങ്ങൾ തമ്മിലൊരു ഫാമിലിയിൽ അറിയുകയും. ദുബായിലായിരുന്നോ ഈ സംഭവം, ഈ ഹോട്ടൽ? അതെ, ഇതെല്ലാം ദുബായ് വെച്ച് നടന്നു. ആ ഹോട്ടലിന്റെ പേരെന്താണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? അതെ, ദുബായിലാണ്. ഫ്ലോറ ക്രീക്ക്. അത് ദുബായിൽ എവിടെയാണ്? അത് ദുബായിലാണ്. ദുബായ് അതിന്റെ കറക്റ്റ് അഡ്രസ് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോയത്. ഞാനിപ്പോ ഒരു 4 മാസമായതേ ഉള്ളായിരുന്നു അവിടെ പോയിട്ട്. അപ്പോഴാണ് യൂറോപ്പിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. ശ്രേയ പണം വാങ്ങുന്നു. ആ ശ്രേയ പണം വാങ്ങിയതിനെ തുടർന്ന് പണം താങ്കൾ തിരികെ ആവശ്യപ്പെടുമ്പോഴാണോ ഈ സുനിലിനെ പരിചയപ്പെടുത്തുന്നത്? അതെ, ഞാൻ പണം, അതായത് പോക്കൊന്നും നടക്കുന്നില്ല, എന്നാൽ പണമെങ്കിലും തിരികെ തരാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് നമുക്ക് ഫിലിമിൽ ഒരു ചാൻസ് വാങ്ങി തരാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ ഫ്രണ്ടാണ് AK സുനിൽ എന്ന് പറഞ്ഞാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. നവംബർ മാസം 2023 നവംബർ മാസം താങ്കൾ ദുബായിലെ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ AK സുനിലിനെ കാണുന്നു. അവിടെ വെച്ച് സുനിൽ താങ്കളെ ഉപദ്രവിക്കുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ സുനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അന്നേരം സുനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിനിമാ നടന്മാരുണ്ടായിരുന്നു, ഞാൻ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. നവംബർ കറക്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ നവംബർ ഫസ്റ്റ് ആദ്യമാണ്. നവംബർ ആദ്യത്തെ വാരം, ആദ്യത്തെ ആഴ്ച അല്ലേ? അതെ അതെ. അപ്പോൾ നവംബർ ആദ്യത്തെ ആഴ്ച ഹോട്ടലിൽ പോകുമ്പോൾ താങ്കൾ അന്ന് റൂമിലുണ്ടായിരുന്നത് സുനിൽ മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത്. ബാക്കിയുള്ള താരങ്ങളെ ആരെയും താരങ്ങളെ കണ്ടു, പക്ഷെ താഴെയാണ് പറയുന്നത്. അന്ന് അവരാരും ഉപദ്രവിച്ചില്ല അല്ലേ? ഇല്ല. അതായത് ഈ കേസിലുള്ളവരല്ല, വേറെ ഈ ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഫിലിം സ്റ്റാർസ് എല്ലാം പോയി റൂം എടുക്കുകയും അവരുടെ പരിപാടികളൊക്കെ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ പക്ഷേ ആ ദിവസം താങ്കൾക്ക് ദുരനുഭവം നേരിട്ടത് സുനിലിൽ നിന്ന് മാത്രമാണ്? അതെ. അപ്പോൾ അതിനുശേഷം താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായി തിരിച്ച് ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്കാണോ വന്നത്? ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഈ കാര്യം പറഞ്ഞോ, സുഹൃത്തുക്കളോട്?
ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അവിടെ ദുബായിൽ തന്നെ റൂമിൽ പോയി. ഞാൻ അന്നേരം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഹസ്ബൻഡിനോട് പോലും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിക്ക് പോയത്. പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ്. അപ്പം അത് പുള്ളിയോട് പറയാതെ നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിൽ പോയി പണി മേടിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ എന്തെങ്കിലും വഴക്ക് പറയുമെന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. അതങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, താങ്കൾ ആ മുറിയിൽ പോകുമ്പോൾ താങ്കളുടെ കൺസെന്റ് ഇല്ലാതെയാണോ താങ്കളെ അദ്ദേഹം സമീപിച്ചത്? കാരണം കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അപ്പം സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഫുഡ് ഓർഡർ ചെയ്തു, ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. നമ്മളത് കുടിച്ച് വർത്താനം പറഞ്ഞപ്പോഴാണ് പുള്ളി കയറി എന്നെ പിടിച്ചത്. ഓക്കെ, അന്ന് ശാരീരികമായി ഉപദ്രവിച്ചു അതിനുശേഷം? അതെ അതെ. ഓക്കെ, വീട്ടിൽ വന്നു. അപ്പോൾ ആ സംഭവം ദുരനുഭവം ഉണ്ടായി. അതിനുശേഷം സുനിലിനോട് താങ്കൾ പറഞ്ഞില്ലേ താങ്കൾ ഇത് പരാതിപ്പെടാൻ പോവുകയാണ്? പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഇത്തരം സംഭവം നടന്നാൽ പരാതിപ്പെട്ടാൽ ആ നിമിഷം കയ്യാമം വെച്ചുകൊണ്ട് പോകും. അതാണ് അവിടുത്തെ നിയമം. കാരണം നമുക്കത് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് പുള്ളിക്ക് കോള് വന്നപ്പോൾ പുള്ളിയുടെ വീട്ടിലെന്തോ കേട്ടു, ഞാൻ കുറച്ച് വഴക്കുണ്ടാക്കിയത് പുള്ളിയുടെ വൈഫ് എന്തോ കേട്ടു എന്നും പറഞ്ഞാണ് മുമ്പോട്ടുള്ള വഴക്ക് അവിടുന്ന് ആരംഭിക്കുന്നത്. ഓക്കെ, അല്ല അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. അതിനുശേഷം താങ്കൾ പിന്നെ നാട്ടിലോട്ട് പോന്നോ? പിന്നീട് താങ്കൾ വീണ്ടും പോയോ? അത് ഇദ്ദേഹത്തെ കണ്ടുവോ? ഇല്ലില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ ശ്രേയ എന്ന് പറയുന്ന ലേഡി പുള്ളിക്കാരിക്ക് റൂം വേണമെന്നും പറഞ്ഞ് എൻ്റെ റൂമിനോട് ചേർന്ന് വേറൊരു റൂം എടുക്കുകയും അവിടെ ഈ ബിനു, നിവിൻ പോളി, കുട്ടൻ, ബഷീർ എന്ന് പറയുന്നവർ അവിടെ വരികയും എന്നെ ഒരു 3 ദിവസം എന്നെ റൂമിൽ ലോക്ക് ചെയ്തിടുകയും ചെയ്തു. അല്ല, ഒരു നിമിഷം, മാനസികമായ പീഡനങ്ങളും. താങ്കൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണോ ഈ ശ്രേയ വന്ന് റൂം എടുത്തത്? അതെ. അപ്പൊ ആ ഫ്ലാറ്റിൽ വെച്ചാണ് പീഡിപ്പിച്ചത്, ഹോട്ടലിൽ വെച്ചല്ല? അല്ലല്ല, ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് 3 ദിവസം ലോക്ക് ചെയ്തിട്ട് ആ റൂമിൽ. ആരുടെ റൂമിലാണ് ലോക്ക് ചെയ്തത്? താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തോ അതോ ഈ ശ്രേയയുടെ റൂമിൽ ലോക്ക് ചെയ്തോ? എന്റെ റൂമിൽ ലോക്ക് ചെയ്തു. താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്ത് താക്കോലുമായിട്ട് അവർ പോയി? അവരവിടെ റൂമിൽ തന്നെ ഈ ഗുണ്ടകൾ, നിവിൻ പോളിയുടെ ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ അവിടെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് അവരുടെ റൂമിൽ പോകും, തിരിച്ചു വരും. ഇങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നത്. അത് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് ഓർമ്മയുണ്ടോ? നവംബർ മാസത്തിൽ തന്നെയാണോ അത്? അല്ല, അത് ഡിസംബർ മാസത്തിലാണ്. അപ്പൊ ഈ സംഭവം ആദ്യത്തെ ദുരനുഭവം ഉണ്ടാവുന്നത് നവംബറിൽ, അത് ഒരൊറ്റ ദിവസം അല്ലേ, ഹോട്ടലിൽ വെച്ച്? നവംബറിൽ, അതെ. അതിനുശേഷം ഡിസംബർ മാസം വീണ്ടും ശ്രേയ വരുന്നു. ആ ശ്രേയയെ വീണ്ടും താങ്കൾ വിശ്വസിച്ചോ? വിശ്വസിച്ചത് അങ്ങനെയല്ല. പുള്ളിക്കാരി നമ്മൾ പൈസ കൊടുത്തത് നമുക്ക് തിരിച്ചു മേടിക്കണമെന്നുണ്ടോ, വഴക്കിട്ടിട്ട് പോയാൽ നമ്മുടെ ആ ഫണ്ട് കിട്ടില്ല എന്നുള്ള രീതി വെച്ചിട്ട് നമ്മളത് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ആ ഒരു പേരിൽ നമ്മളോട് കൂടുതൽ പോട്ട് സാരമില്ല, ആരോടും പറയണ്ട, അവിടെ നടന്ന അനുഭവം ആരോടും പറയണ്ട എന്നും പറഞ്ഞാൽ നമ്മളോട് ആശ്വസിപ്പിച്ച് വിട്ടത്. ആശ്വസിപ്പിച്ച് ശ്രേയയ്ക്ക് റൂം എടുത്ത് കൊടുത്തത് താങ്കളാണോ ആ ഫ്ലാറ്റിൽ? അതായത് എന്നോട് ചോദിച്ചു, ശ്രേയ എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ റൂമാണെങ്കിൽ ഇപ്പം ടൈം കഴിഞ്ഞു, അപ്പം എൻ്റെ ഫ്ലാറ്റിൽ റൂം വേക്കൻസി ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പം ഞാൻ ആ ഓണറിൻ്റെ നമ്പർ ശ്രേയയ്ക്ക് കൊടുത്തു എന്നുള്ളത്. പുള്ളിക്കാരി വന്നാണ് റൂം എടുക്കുകയും ആരൊക്കെ അവിടെ വന്നതെന്ന് ഞാനപ്പോൾ കണ്ടില്ല. പുള്ളിക്കാരി തന്നെ വന്ന് ഇവർക്ക് റൂം എടുത്ത് കൊടുക്കുകയായിരുന്നു. ഓക്കെ, 3 ദിവസമാണ് താങ്കളെ പീഡിപ്പിച്ചത് അല്ലെ, അടച്ചിട്ട് പീഡിപ്പിച്ചത്. ഈ 3 ദിവസവും നിവിൻ പോളി എവിടെ ഉണ്ടായിരുന്നോ? അതെ, അത് 2 ദിവസം. ഒന്നാമത്തെ ദിവസം മറ്റേ 3 പേരേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ ദിവസം ഇവർ വന്ന റൂമിൽ വരുന്നു. എപ്പോഴാണ് വരുന്നത്? രാവിലെയാണോ ഉച്ചയ്ക്കാണോ ഇവർ വരുന്നത്? ഈ സുനിലും ശ്രേയയും പിന്നെ താങ്കൾ പേര് പറയുന്ന ബിനു, കുട്ടൻ, അങ്ങനെ കുറെ പേരുടെ പേരുണ്ട് അല്ലേ? ഈ രാവിലെ തൊട്ട് വൈകുന്നവരെ അവർ കണ്ടിന്യൂ അവിടെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളമോ ഒന്നും തരാതെ ഈ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അല്ല, അവർ വീട്ടിലേക്ക് വന്നിട്ട് എന്താണ് ചെയ്തത്? ശ്രേയ മാത്രമാണ്, താങ്കൾ മാത്രമാണോ അവിടെ താമസിക്കുന്നത്? അതെ, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. കാരണം അതൊരു ലോഫ്റ്റ് പോലത്തെ സാധനമാണ്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ അവിടെ ആരുമില്ല, സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ. അപ്പൊ അവിടെ സെക്യൂരിറ്റി മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല? അങ്ങനെയൊന്നുമില്ല. അപ്പൊ താങ്കളുടെ റൂമിലേക്ക് അവർ വന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? ആദ്യം വന്നത് ആരാണ്? ഈ സുനിലാണോ വന്നത്, അതോ മറ്റുള്ളവരാണോ, അതോ നിവിൻ പോളിയാണോ വന്നത് ആദ്യം വരുന്നത്, കഥയിൽ മുട്ടുന്നത്?
അതല്ല, തലേ ദിവസം ബിനു കുട്ടൻ ബഷീർ എന്ന് പറഞ്ഞവർ ശ്രേയയുടെ കൂടെ ഉൾപ്പെട്ട് വന്നിട്ട് ഞാൻ AK സുനിലുമായിട്ട് പ്രശ്നമുണ്ടായത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ബഹളം വയ്ക്കുകയും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, എന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് വിടില്ല, അവിടെ അവർ പറയുന്ന കേട്ട അനുസരിച്ച് അവിടെ നിന്നില്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഫസ്റ്റ് വന്നത്. പിറ്റേ ദിവസമാണ് നിവിൻ പോളി വന്നതും. വല്ലാത്തൊരവസ്ഥ. ആദ്യത്തെ ദിവസം ഭീഷണിപ്പെടുത്തൽ മാത്രമേ ഉണ്ടായുള്ളൂ? അല്ല, ശാരീരിക പീഡനം അനുഭവിച്ചു അന്ന് രാത്രി. അതായത് മർദ്ദിച്ചു? ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു. അതാരാണ് ഇവർ 3 പേരും മാറി മാറി ഉപയോഗിക്കുകയായിരുന്നോ? ഉപദ്രവിക്കുകയായിരുന്നോ? അങ്ങനെ, അതെ. അപ്പൊ ആ രാത്രിയിൽ അവർ 3 പേരും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? 3 പേര് ശ്രേയയും കൂടിയാണ്ട് ആ റൂമിലുണ്ടായിരുന്നു. ഈ സമയത്ത് താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നും ഭർത്താവിനെ വിളിക്കാനുള്ള ഒരു സമയവും സാവകാശവും കിട്ടിയില്ല? ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ ഇവർ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു, ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ID ഹാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ്. അതായത് അവരാണ് കോൾ എടുക്കുന്നത്. അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് അറിയുന്നത് ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു, സ്പൈ ക്യാമറ ഒരെണ്ണം വെച്ചിരുന്നു. അതായത് ഇവരെന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ ഞാൻ കേസ് കൊടുക്കും, കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങോട്ട് പോകുന്നു, താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ? അതെ, നാട്ടിലുള്ള വീട്ടില്. ആ നാട്ടിലുള്ള വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡിന്റെ ഫാമിലി അവിടെ ഇല്ലേ, അതോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറിയോ? അതായത് പുള്ളി പുറത്തു പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് പോകുകയാണ്. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നാടെവിടെയാണ് ഞാൻ അത് ചോദിക്കുന്നത്? ഹസ്ബൻഡിന്റെ സ്ഥലം എവിടെയാണ്, അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. നേര്യമംഗലം. നേര്യമംഗലത്തെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു? അതിന്റെ മെഷീൻ ഇവർ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ? പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ, ക്യാമറ പുറത്തുകൂടിയാണ് കണക്ഷൻ എടുത്തിരിക്കുന്നെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം. ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവർ എൻ്റെ കൈകളിലാണ്, നീ പറയണ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവർ വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോൾ അത് അവർ എടുത്തിട്ട് പോയി. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് CCTVയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? അതായത് ഇവർക്ക് അറിയാം എൻ്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണമെന്ന്. കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ്. നേരത്തെ പരിചയമില്ലല്ലോ ഈ AK സുനിലും മറ്റുള്ള സംഘാംഗങ്ങളുമായി താങ്കൾക്ക് പരിചയമില്ലല്ലോ. കാരണം ഞങ്ങളുടെ ഫോണിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ, എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും. മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തോ? അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങൾ. പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. ഹസ്ബൻഡിന്റെ നമ്പർ ഇവർക്ക് അറിയാമായിരുന്നു. ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലേ? അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. അത് പക്ഷേ അതെ, ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? ഹസ്ബൻഡ് ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? പുള്ളി സോണി ആയിരുന്നു. സോണി. ഓക്കെ, ആ നമ്പറിലേക്ക് വിളിച്ച് ഹാക്ക് ചെയ്തു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്കൾ ഹസ്ബൻഡിനെ വിളിച്ചോ അതിനുശേഷം എപ്പോഴെങ്കിലും?
അതെ. ഈ സംഭവം നടക്കുമ്പോൾ ഈ 3 ദിവസം എപ്പോഴെങ്കിലും ഹസ്ബൻഡിനെ വിളിച്ചു? ഇല്ല, എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പക്ഷെ ഇവരെനിക്ക് കോൾ തന്നില്ലായിരുന്നു. കാരണം ഞാൻ ഒരു അബോധാവസ്ഥയിലായിരുന്നു. കോളൊന്നും വന്നപ്പം എനിക്ക് എടുക്കാനോ ഇവരെനിക്കൊട്ട് കണക്ട് ചെയ്ത് തരുവോ ചെയ്തിട്ടില്ല. ലാസ്റ്റാണ് പുള്ളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ എടുത്ത് കോൾ ഓണാക്കി സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞോ എനിക്ക് ചുറ്റും ഇത്രയും പേരുണ്ട്, ഞാനിപ്പോൾ ഇവിടെ പിടിയിലാണ്, അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പോൾ ഇവർ വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച്. ദുബായിൽ നിന്ന് അതെ, ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? കാരണം അത് എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത, നാട്ടിലെ സിം ഇട്ടൊരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരോട് ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു, ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എൻ്റെ കയ്യിലിരുന്ന ഒരു ഫോൺ. ആ ഫോണാണ് അവർ പിടിച്ചെടുത്തത്. നാട്ടിലെ സിം ദുബായ് വർക്ക് ചെയ്യില്ലല്ലോ, സ്വാഭാവികമായും ദുബായിലെ സിമ്മിലല്ലേ വാട്സപ്പ് വരുള്ളൂ, ടിക്കറ്റ് വരുള്ളൂ. കാരണം ഞാൻ ആ വാട്സപ്പ് എൻ്റെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഹസ്ബൻഡിന് മാത്രം പേഴ്സണൽ ഒരു നമ്പർ രണ്ടാമത്തെ ഫോണിൽ നിവിൻ പോളി കൊണ്ടുപോയ ഫോൺ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ സംഘം കൊണ്ടുപോയ ഫോൺ ഏതാണ്? അതും സോണിയാണോ അതോ മറ്റേതെങ്കിലും ഫോണാണോ? സോണിയാണ്. ആ ഫോൺ നമ്പർ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഗൾഫിലെ നമ്പർ? അതെ, ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല, എന്റെ ഫോണിൽ നിന്ന് നോക്കിയെടുത്ത് വേണം അത്. അപ്പം ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു, അതിനകത്ത് ഈ നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ? അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും, അതായത് ഇവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു, 1-2 ഫോട്ടോസ്. അതായത് ഇവർ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു, അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു? അതെ. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നില്ലേ താങ്കൾക്ക്? പക്ഷെ അന്നേരം വിളിച്ചില്ല. കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ, വാച്ച് ചെയ്തോണ്ടിരിക്കുവാണല്ലോ. അവര് നോക്കിയിരിക്കുമ്പോഴാണോ ഫോട്ടോ എടുത്തതും? കാരണം അവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും അടിച്ചിരിക്കുകയാണ്. അപ്പം അവർക്ക് എന്തോ വിശ്വാസം കാണും, അത് എടുക്കാമെന്നോ അല്ലെ ഫോട്ടോ എടുത്തോട്ട് നമുക്കത് തിരിച്ചു മേടിക്കാന്നുള്ള ചിന്തയിലായിരിക്കും അവരതിനെ സമ്മതിച്ചത്. ഫോട്ടോ എടുത്തു, പക്ഷെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് പോലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ താങ്കളും അർത്ഥബോധത്തിലായിരിക്കാം അല്ലേ? ഇല്ല. അതെ. എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുമ്പോഴേക്കും താങ്കൾക്ക് ബോധം തിരികെ വരുന്നു. താങ്കളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു. ആ വാട്സപ്പിലേക്ക് ഹസ്ബൻഡ് ഫോൺ അയക്കുന്നു അല്ലേ? അതെ. പക്ഷേ എന്റെ ഒരു കസിൻ വന്നാണ് എന്നെ അവിടുന്ന്, അതായത് റൂമിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവിടെ റൂമിൽ കസിൻ ടാക്സി വിളിച്ച് കയറ്റി വിട്ടത്. ആ ഫ്ലാറ്റിൽ കസിൻ ഉണ്ടായിരുന്നോ? ആ ഫ്ലാറ്റിൽ തന്നെയല്ല, ദുബായിൽ ഒരു കസിൻ. ഫ്ലാറ്റിലല്ല, ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിൽ എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ താങ്കൾക്ക് അവിടെ നിന്നുള്ള ആ ഫ്ലാറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. ആ വൈഫൈയിലാണ് താങ്കൾ ഈ വാട്സപ്പ് കണക്ട് ചെയ്തത് അല്ലേ, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി? അതെ. അതെ. അപ്പോൾ അത് ഫോണിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ? ഫോണിൽ ആ ടിക്കറ്റ് അയച്ചു തന്നു, അതിനുശേഷം ഇതൊക്കെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ.
അതെ ഉണ്ടാവും. താങ്കൾ ഒരു മെസ്സേജ് ഹാക്ക് ചെയ്തതൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് സൈബർ സെല്ലിൽ നോക്കി കൊടുക്കുക. അല്ല, എയർപോർട്ടിലേക്ക് എത്തുന്നത് വരെ താങ്കൾ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ? ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള വിവരം? ഇല്ല, നാട്ടിൽ വന്നതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പൊ ശ്വാസം മുട്ട്, അപ്പൊ പിന്നെ എങ്ങനെയാണ് ലോക്കായി കിടക്കുകയാണോ എന്ന് ഹസ്ബൻഡ് അറിഞ്ഞത് എപ്പോഴാണ്? കാരണം എനിക്ക് ബ്രീത്തിങ് സംസാരിക്കാൻ പറ്റാത്തൊരു, നമുക്ക് വിഷമവും സങ്കടവും എല്ലാം കൂടെ വരുമ്പോൾ ഈ അസുഖം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സംസാരിക്കാൻ ഒട്ടും പറ്റില്ലാതായി. അപ്പൊ പുള്ളി വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. ഓക്കെ, താങ്കൾക്ക് ആ ഫ്ലാറ്റ് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അല്ലേ, എവിടെയാണെന്ന്? ആ ഫ്ലാറ്റിന്റെ പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, പേരങ്ങനൊന്നുമില്ല, റിഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അതിനുശേഷം ഈ നിവിൻ പോളി താങ്കൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പേഴ്സണലി മെസ്സേജ് ഒന്നും ഇപ്പൊ അയച്ചിട്ടൊന്നുമില്ല. അന്ന് അയച്ചിട്ടുണ്ടോ? അന്ന് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ താങ്കളെ ഉപദ്രവിക്കുന്ന സമയത്ത് താങ്കൾ നിവിൻ പോളിക്ക് മെസ്സേജ് അയച്ചോ? അല്ല, അന്ന് അവിടെ ഇരുന്ന സമയത്ത് ഇവരെന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കുക, AK സുനിലിന് മെസ്സേജ് അയക്കും. പുള്ളി ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്. അപ്പൊ ആ ചാറ്റിങ്ങും AK സുനിലുമായിട്ട് ചാറ്റ് ചെയ്തതും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇത് നിവിൻ പോളി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ താങ്കൾക്ക്? എടുക്കുക ചെയ്തു ആ വീഡിയോസ്. അതെ, താങ്കൾ ജൂലൈ 16 ഈ 2024 ഒരു കാസ്റ്റിംഗ് കോളിന്റെ പരസ്യത്തിൽ ഈ നിവിൻ പോളി ഉഡായിപ്പാണെന്നും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കാസ്റ്റിംഗ് കോൾ വിളി എന്നുള്ളത് ഒരു ട്രാപ്പാണെന്നും ഒക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു. അതെന്താണ് കാരണം? ഈ അനുഭവം ഉള്ളത് കൊണ്ടാണോ? കാരണം അവിടെ ഒത്തിരി അതെ, ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഒത്തിരി പെൺകുട്ടികൾ അവിടെ പെട്ട് കിടപ്പുണ്ട്. ഇവർ കാസ്റ്റിംഗ് കോൾ എന്ന് വിളിച്ച ഒത്തിരി പെൺകുട്ടികൾ, ഇവർ അവിടെ ദുബായി നടത്തുന്ന ബിസിനസ് വേറെയാണ്. ജൂലൈ 19 ഡിസംബർ 17 നാട്ടിലെത്തി. എന്നാണ് താങ്കൾ പരാതി കൊടുക്കുന്നത്? അതെ, അതായത് ജൂണിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് അർഷിത മേഡത്തിന്. കാരണം നമ്മൾ ഒത്തിരി ആലോചിച്ചു. ഇവർ എന്നോട് പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബാക്കപ്പാണ്, ഇവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നമ്മളെ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു വിട്ടത്. അപ്പം നമുക്ക് സപ്പോർട്ട് ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ കേസ് കൊടുത്തേക്കാം, എന്തായാലും കേസ് കൊടുത്തേക്കാം എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം നാട്ടിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആ 5 മാസം നമ്മൾ കൂടി ആലോചിച്ചു. ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ആ സാഹചര്യം എന്താണ്? ആരാണ് ആത്മവിശ്വാസം തന്നത്? ഹസ്ബൻഡ് തന്നെയാണോ? ഹസ്ബൻഡ്. അതെ, ഹസ്ബൻഡാണ് നമുക്ക് ആത്മവിശ്വാസം തന്നത്. കാരണം പല വണ്ടികളും നമ്മളെ ഇവർ പറഞ്ഞത് കൊട്ടേഷൻ നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പേടിയായിട്ട് മുമ്പോട്ട് പോകേണ്ട, കേസ് കൊടുത്തിട്ട് നമുക്കങ്ങ് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുത്തത്. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവരാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഫോണിൽ? അതെ, AK സുനിൽ മെസ്സേജ് അയച്ചായിരുന്നു, തിരിച്ച് ദുബായിക്ക് കയറാമെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ആരുടെ ഫോണിലാണ് മെസ്സേജ് അയച്ചത്? താങ്കളുടെയോ ഹസ്ബൻഡിന്റെയോ? എൻ്റെ ദുബായിലുള്ള ഒരു സിം ഞാൻ പറഞ്ഞല്ലോ, ആ സിം ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി 2 ദിവസം പിടിച്ചു വെച്ചപ്പോൾ എൻ്റെ സിമ്മും നമ്പറുകളെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ തിരിച്ച് ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു. ആ ദുബായിലുള്ള സിമ്മിൽ നാട്ടിൽ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക? വാട്സപ്പാണോ ഉദ്ദേശിച്ചത്? വാട്സപ്പ്. ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും ആ വാട്സപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ? അതെ. ഓക്കെ, അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അതെന്തായാലും അത് ഫോറൻസിക് വിഭാഗം അത് കണ്ടെത്തട്ടെ. അപ്പോൾ താങ്കൾ ഇതിന് എങ്ങനെ പ്രതികരിച്ചു? തിരിച്ച് ചെല്ലുന്നില്ല, കേസ് കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞോ? അതെ, പറഞ്ഞിരുന്നു. കേസ് കൊടുത്തതിന് ശേഷം ഇവർ നമ്മളെ സോഷ്യൽ മീഡിയ വഴി, ഞങ്ങൾ ഹണി ട്രാപ്പ് കപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളുടെ ഫോട്ടോസ് ഇട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. അതും കൊണ്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ അതിലും ഒരു തെളിവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഹണി ട്രാപ്പോ അങ്ങനെ കേസുകളിലോ താങ്കളോ ഹസ്ബൻഡോ കുടുങ്ങിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു കേസ് ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്കെതിരെ ഉണ്ടോ? താങ്കൾക്കോ ഹസ്ബൻഡിനോ? ഇതല്ലാതെ മറ്റേതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും സ്റ്റേഷൻ? ഇത് ഇല്ല, ഇന്നേ വരെ ഞങ്ങളുടെ പേരിൽ ഒരു കേസും ഇല്ല, ഒരു കംപ്ലൈന്റ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ സുനിലിനെ താങ്കൾക്ക് നേരത്തെ അറിയാമായിരുന്നോ, ഈ ദുബായ് വെച്ചല്ലാതെ? ഇല്ല, അല്ല, എന്നെ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി പരിചയപ്പെടുത്തിയപ്പോഴാണ് സുനിലിനെ എനിക്ക് പരിചയം ഉണ്ടായത്. ഈ ശ്രേയ ഇപ്പോഴും ദുബായിൽ തന്നെയാണോ അതോ നാട്ടിലുണ്ടോ? അതെ, ദുബായിൽ തന്നെയാണ്.
ഓക്കെ, ശ്രേയമായിട്ട് പിന്നീട് സംസാരിച്ചു ഈ വിഷയം? ഇല്ല, പുള്ളിക്കാരിയായിട്ട് സംസാരിക്കാനായിട്ട് പുള്ളിക്കാരി എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇതിന് തെളിവുകളൊക്കെ കൊടുക്കാനൊക്കെ സ്വാഭാവികമായും ഈ ദുബായിലൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? താങ്കൾ ആദ്യത്തെ ഒരു പരാതി കൊടുത്തപ്പോൾ ഈ പീഡനം എന്താണ് അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത്? കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് സർക്കിളിന് മൊഴി കൊടുത്തിരുന്നു. എനിക്ക് ഇതുപോലെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ മൊഴി കൊടുക്കുകയുണ്ടായത്. നമ്മൾ എഴുതിയപ്പോൾ ഞാൻ അങ്ങനെ ശാരീരിക ഉപദ്രവം എന്നും പറഞ്ഞ് എഴുതിയത്. അപ്പോൾ അവർ ചോദിച്ചില്ലേ സെക്ഷുവലി ഹരാസ് ചെയ്തെന്ന് ചോദിച്ചു? അപ്പം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ഉൾപ്പെടുത്താഞ്ഞതാണോ? അതെ, ചോദിച്ചു. ഞാനത് അതെ, അവരത് ഉൾപ്പെടുത്തിയില്ല. അതിനുശേഷം വീണ്ടും ഒരു പരാതി കൊടുത്തു. 2 പരാതി കൊടുത്തിട്ടുണ്ടോ താങ്കൾ? അതെ, 2 പരാതി. അതായത് എന്നെ ഈ ഹണി ട്രാപ്പ് കപ്പിൾസ് ആണ് പ്രമുഖന്മാരെ വലവീശി പിടിക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതും ഇവരുടെ പേരിൽ ഇവർ പറഞ്ഞ പോലെ അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തി അതിങ്ങനെ ചെയ്യും, നാറ്റിക്കും ആ പരാതിയിലും താങ്കൾ കംപ്ലൈന്റ് കൊടുത്തത്. ആ പരാതിയിലും താങ്കൾ സെക്ഷൽ ഹരാസ്മെന്റ് ഉന്നയിച്ചിട്ടില്ല? ഇല്ല, അത് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഞാൻ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ എങ്ങനെ പ്രചരിക്കുന്നു എന്നും പറഞ്ഞാണ് ഞാൻ കൊടുത്തത്. കാരണം ഞാൻ മൊഴി കൊടുത്തപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അവിടെ പീഡനം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സർക്കിളിന്റെ അടുത്താണ് ഞാൻ മൊഴി കൊടുത്തത്. ഓക്കെ, അപ്പോൾ അവർ മൊഴിയിൽ രേഖപ്പെടുത്തി. ശരി, താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. നിവിൻ പോളിയും താങ്കളെ സെക്ഷൽ ഹരാസ് ചെയ്തു എന്നാണോ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഇതിന്റെ നിയമം നമുക്ക് നീതി കിട്ടുന്നിടം വരെ നമ്മളിത് മുമ്പോട്ട് പോകും. എവിടെ വരെ പോകാനായിട്ട് ഈ ഫ്ലാറ്റിൽ CCTV ഉണ്ടാവില്ലേ ദുബായില്? ഉണ്ടാവും, അവിടെ ക്യാമറയുണ്ട്. പക്ഷെ അത് ഹസ്ബൻഡ് അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അത് എത്ര നാളത്തെ കിട്ടൂല എന്നാണ് അതിന്റെ ഓണർ പറഞ്ഞത്. ഇത് അന്വേഷിച്ചു? ആ ഓണറുമായിട്ട് അന്വേഷിച്ചിരുന്നു? അങ്ങനത്തെ കുറെ കാലമായിട്ട് ഫ്ലാറ്റിലെ ഓണറുമായിട്ട് ഈ വിവരം അന്വേഷിച്ചിരുന്നോ നിങ്ങൾ? അതെ, അതല്ല CCTV ഫുട്ടേജ് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളി അത് നമുക്ക് അനുകൂലമായിട്ടൊരു മറുപടി അന്ന് തന്നില്ല. അതായത് ഈ ഫ്ലാറ്റിന്റെ ഓണറുമായിട്ട് സംസാരിച്ചു? ഫ്ലാറ്റിലെ ഓണറിന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം? ഇല്ലാത്തതോ? അതെ. ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടോ ആ നമ്പർ? ഫ്ലാറ്റിന്റെ ഓണറുടെ നമ്പർ നിങ്ങളുടെ കൈകളിലുണ്ടോ? അതെ, ഹസ്ബൻഡിന്റെ കയ്യിലുണ്ട്. ശരി, ഹസ്ബൻഡ് ഇതിന് പൂർണ്ണ പിന്തുണ. ഈ വിഷയത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കുടുംബം പക്ഷെ നിങ്ങൾക്കൊപ്പം ഇല്ലാന്ന് കേൾക്കുന്നു, ശരിയാണോ? നിങ്ങളുടെ കുടുംബം? അതെ, അത് ഓൾറെഡി ഞങ്ങളൊരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആരെങ്കിലും സാക്ഷി എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മൂന്നാമതൊരാൾ എന്ന് വെച്ചാൽ എവിടെ? നാട്ടിലോ ദുബായിലോ എവിടെയെങ്കിലും? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. നാട്ടിലോ ദുബായിലോ ഈ വിവരങ്ങൾ അറിയാവുന്ന നിങ്ങളല്ലാത്ത മറ്റൊരാളെങ്കിലും ഉണ്ടോ? വേറെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല? ഇല്ല, ആരുമില്ല. ഹസ്ബൻഡുമായി മാത്രമാണ്? ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. താങ്കൾ ഒരു കെയർ ഗിവറായിട്ടാണല്ലോ ദുബായിൽ പോയത് അല്ലേ? അതെ, അതെ. അപ്പൊ വിസ ഗസ്റ്റ് വിസ ആയിരുന്നോ അതല്ല ഈ കെയർ ഗിവറുടെ വിസയിൽ തന്നെയാണോ പോയത്? അല്ല, നമ്മൾ ഫ്രീലാൻസ് വിസയാണ് എടുത്തത്. അതിനകത്ത് ഞാൻ ഈ ഒരു ഏജൻസി വഴി പോകുന്ന ഈ ബേബി സിറ്റിംഗ് അങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു. പുറത്തോട്ട് പോകാനായിട്ട് വല്ല ചാൻസ് കിട്ടുവാണെങ്കിൽ നോക്കാം എന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. അപ്പൊ കെയർ ഗിവറായി താങ്കൾ അവിടെ ജോലി ചെയ്തിരുന്നോ? അതെ, ചെയ്തിരുന്നു. ആ വീട്ടിൽ ഈ പീഡനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയോ? ഇല്ല, പോയില്ല. അത് മലയാളിയുടെ വീടായിരുന്നു? ദിവസം ഈ സുനിലിനെ കണ്ടപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയിരുന്നു. പക്ഷെ അപ്പോഴും നാട്ടിലോട്ട് വരുന്നില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവരോട് പറഞ്ഞില്ല അപ്പോഴും? അതെ, ഞാൻ അങ്ങനെ ഫസ്റ്റ് ഇല്ല പറഞ്ഞില്ല. അപ്പൊ 16-ാം തീയതി പീഡനം നടന്നതിന് ശേഷം ഇവർ വീട്ടിൽ എപ്പോഴാണ് പുറത്തേക്ക്? ഈ കസിൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു? ഇവർ ലോക്ക് ചെയ്തിട്ട് പോവുകയായിരുന്നോ ചെയ്തത് അതോ തുറന്നിട്ടിരുന്നോ ആ മുറി? എങ്ങനെ? കസിൻ വന്ന് കൊണ്ടുപോവുകയല്ലേ ചെയ്തത് 17-ാം തീയതി, ഡിസംബർ 17-ന്? എങ്ങനെ മനസ്സിലായില്ല? കസിൻ ആണല്ലോ ഡിസംബർ 17-ാം തീയതി ഫോൺ വന്നപ്പോൾ ഇവർ കേട്ടു.
അതെ, പുള്ളി വരുന്ന സമയത്ത് ഇവരുടെ റൂമിലോട്ട് മാറുകയാണ് ഉണ്ടായത്. അതായത് തൊട്ടപ്പുറത്തെ റൂമിലോട്ട് മാറുകയുണ്ടായി കസിൻ വന്നപ്പം. അപ്പോൾ ഇവർ ഫോണിൽ കൂടെ ഓൾറെഡി കേട്ടു, ഞങ്ങൾ ഹസ്ബൻഡും ഞാൻ സംസാരിക്കണത് കേട്ടപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ മാറുകയും കസിൻ വന്നെ വിളിച്ച് താഴെ ടാക്സിയിൽ കൊണ്ടുപോയി കസിൻ വന്ന് നോക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് കസിന് ബോധ്യപ്പെട്ടിരുന്നോ? ദുബായിലുള്ള കസിന് കാരണം നമുക്ക് ശ്വാസം മുട്ടൽ എന്നുള്ള ഒരു അസുഖമാണ് അവിടെ മെയിൻ ആയിട്ട് പുള്ളി കൊടുത്തത്. പക്ഷേ 3 ദിവസം താങ്കളെ നിരന്തരം ഇവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ താങ്കളെ? കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നുള്ള ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സംസാരിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ആ ഒരു കംപ്ലൈന്റ് ആണെന്ന് മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വേറെ നോക്കുമ്പോൾ നമുക്ക് വയ്യ, നമ്മൾ ഫുഡ് കഴിക്കുന്ന ഓൾറെഡി നമുക്ക് ക്ഷീണമുണ്ട്, ടയേർഡാണ്. അല്ലാതെ നമ്മൾ അവിടെ അങ്ങനത്തെ ഒരു ഇത് അവരാരും ചിന്തിക്കണില്ല. നമുക്ക് അങ്ങനെ സിനിമ ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളാണ്. അതെ, കസിൻ അവിടെ വരുമ്പോൾ നിവിൻ പോളിയും സംഘവും ആ ഫ്ലാറ്റിലുണ്ടോ? മറ്റൊരു റൂമിൽ? തൊട്ടപ്പുറത്തെ റൂമിലോ. അതെ. അപ്പൊ കസിനോട് ഈ കാര്യം പറഞ്ഞില്ലേ, നിവിൻ പോളി എന്നെ ആക്രമിച്ചു എന്ന് കസിനോട് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഇല്ലില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം ഹസ്ബൻഡിനോട് പോലും പറയാത്തത് കസിനോട് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാനത് നാട്ടിൽ വന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ്, ഞാൻ കുറെ ടൈം എടുത്തിട്ടാണ് ഹസ്ബൻഡിനോട് പോലും പറഞ്ഞത്. ഈ 3 ദിവസം ഭക്ഷണം പോലും തരാതെ ആയിരുന്നോ നിങ്ങളെ ആക്രമിച്ചത്? അതെ. ഭക്ഷണം തന്നില്ല 3 ദിവസം? ഇല്ല. അപ്പോൾ ഇനി ഇവരെങ്ങനെ ഭക്ഷണം കഴിച്ചു? അവരിങ്ങനെ ഓരോ സാധനം യൂസ് ചെയ്യുന്നു, അവർ ഓരോന്ന് അടിക്കണു, അവർ പുറത്ത് അപ്പുറത്തെ റൂമിൽ പോകണു, ഇപ്പുറത്ത് വരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം നമുക്ക് അവിടെ നമ്മൾ ഇരിക്കണം, കഴിക്കണുണ്ടോ കുടിക്കണുണ്ടോ നമ്മൾ ചോദിക്കണില്ല, തന്നിട്ടില്ല. അതാണ് നമുക്കറിയാവുന്നത്. ഈ ഹോട്ടൽ ഓർഡറുടെ നമ്പർ താങ്കൾക്കറിയാം, താങ്കളുടെ കെയർ ഗീവറുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടിലെ നമ്പർ താങ്കൾക്കറിയാം. ഈ നമ്പറുകളിൽ ഒന്നും താങ്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല ഈ 3 ദിവസം? പക്ഷേ കാരണം എനിക്കില്ല. കാരണം ഫോൺ അവരുടെ കയ്യിൽ നമുക്ക് വിളിക്കാനായിട്ടുള്ള ഒരു അവസരമില്ല. വീട്ടിൽ നിന്ന് വരുന്ന ഹസ്ബൻഡ് വിളിക്കും, ഇവർ ഫോൺ ടേബിളിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ഹസ്ബൻഡ് കോൾ അല്ലാതെ വേറൊരു കോളും എനിക്ക് എടുക്കാനോ, നമ്മളങ്ങനെ വിളിച്ച് അവരോട് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ പിന്നെയും ജോലി ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായതാണെന്ന് ഒരൊറ്റ മെസ്സേജ് മാത്രമേ താങ്കൾക്ക് വന്നുള്ളൂ അല്ലേ? ദുബായിലേക്ക് വരണം എന്ന മെസ്സേജ് മാത്രമേ വന്നുള്ളൂ. താങ്കൾ വരില്ല എന്ന് പറഞ്ഞു, അതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ അവസാനിച്ചു. നിവിൻ പോളി പിന്നെ താങ്കളെ ബന്ധപ്പെട്ടിട്ടില്ല? അതെ, അത് ഇല്ല. അപ്പോൾ ഇപ്പോൾ നിവിൻ പോളി താങ്കളുടെ ഒരു ഫോൺ നിവിൻ പോളിയും സംഘവും, അതായത് ഈ മെസ്സേജുകൾ, ഈ ഫോട്ടോകൾ അടങ്ങിയ ഫോൺ നിവിൻ പോളിയുടെ സംഘത്തിന്റെ കയ്യിൽപ്പെടുകയും ചെയ്തു അല്ലേ? അതെ അതെ. താങ്കൾ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലെ സിം ഉപയോഗിച്ചിരുന്ന ഫോണിലാണ് മടങ്ങിയതും അല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും താങ്കൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഈ മൊഴികളിലുള്ള ഈ വൈരുദ്ധ്യം താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? കാരണം ഈ നാട്ടിൽ വെച്ചേക്കുന്ന CCTV അതൊക്കെ വിശ്വസനീയമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അതെന്താണ്? CCTV ഒന്നും നിലനിൽക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം നമ്മളത് ഓൾറെഡി കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ മെയിൽ ID ഹാക്ക് ചെയ്തത് അത് നോക്കിക്കഴിഞ്ഞാൽ സൈബർ സെല്ലിന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. നമ്മുടെ വൈഫൈയിൽ ഏതൊക്കെ വൈഫൈ കണക്ട് ആയിട്ടുണ്ടെന്ന്. ഈ നിവിൻ പോളി അതിനു മുമ്പ് താങ്കൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ, ആദ്യമായിട്ട് ഈ റൂമിൽ വരുമ്പോഴല്ലേ കാണുന്നത്? അതെ അതെ. അപ്പോൾ നിവിൻ പോളി വന്ന ഉടനെ ഈ നിവിൻ പോളി ശരിക്കും നിവിൻ പോളി വന്നത് ഈ സുനിലിന് വേണ്ടിയാണോ വന്നത്? അതെ, എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്താണ് നിവിൻ പോളി നേരിട്ട് താങ്കളോട് ഭയങ്കര ഇവര് പറയണത് പുള്ളിക്ക് ഓരോ ആവശ്യത്തിന് ഫണ്ട് റോൾ ചെയ്യുന്നതും ഒക്കെ ഈ AK സുനിൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പുള്ളി എന്ത് പറഞ്ഞാലും എന്ത് ഹെൽപ്പ് ആവശ്യപ്പെട്ടാലും പുള്ളി അത് ചെയ്തു കൊടുക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് നിവിൻ പോളി താങ്കളെ ഉപദ്രവിച്ചു. അപ്പം നിവിൻ പോളിയെ പോലെ വലിയൊരു സ്റ്റാറൊക്കെ വന്ന് ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടി താങ്കളെ പീഡിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോകുമെന്ന് കരുതുക സാധ്യമാണോ? എനിക്കൊരു സംശയമാണ്. ഇത് മനുഷ്യരുടെ കാര്യമാണ്, പറയാൻ കഴിയില്ല. ഈ സ്റ്റാർ എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഈ സ്റ്റാറുകൾ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ അവർ സ്റ്റാർ അല്ല, അവർ വേറൊരു മനുഷ്യരാണ്.
അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ. അത് ഞാനും കേട്ടിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ അവർ സ്റ്റാർ ആണ്. പല കഥകളും നമ്മളതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് കേൾക്കുമ്പോൾ നിവിൻ പോളിയെ പോലെ ഒരാൾ താങ്കളുടെ മുറിയിൽ വന്ന് 3 ദിവസം താങ്കളെ ശാരീരികമായി പീഡിപ്പിക്കത്തക്ക രീതിയിൽ ഒരു കൊട്ടേഷൻ പീഡനം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ, ആ രീതിയിൽ 3 ദിവസം ആ മുറിയിൽ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് സ്വാഭാവികമായും അദ്ദേഹത്തെ ചുരുക്കം ആ മലയാളികൾക്കെല്ലാം നിവിൻ പോളിയെ അറിയാമല്ലോ. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അവിടെ ഉണ്ടാവണം ആ ഡിസംബർ മാസത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പീഡനം നടന്ന ദിവസം താങ്കൾ പറയുന്നത് ഡിസംബർ 14, 15, 16 ഞങ്ങളെന്നാലും നിവിൻ പോളിയെ കൂടി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദിവസം ഇദ്ദേഹം അവിടെയാണെന്ന് താങ്കൾ ഉറപ്പിച്ചല്ലോ അല്ലേ? ഡിസംബർ മാസമാണെന്നുള്ള കാര്യം 14, 15, 16. അതെ അതെ. ഓക്കെ, താങ്ക് യു. എന്തായാലും താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. പരാതിക്കാരിക്കൊപ്പം നിൽക്കുക എന്നതാണ് പൊതുബോധ്യം. അതേസമയം തന്നെ ആ മൊഴികളിലെ വൈരുദ്ധ്യവും തീർച്ചയായിട്ടും അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. അതിൽ താങ്കൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ നീതി ലഭിക്കട്ടെ. നിവിൻ പോളിക്കാണ് ഇനി നീതി ലഭിക്കേണ്ടതെങ്കിൽ നിവിൻ പോളിക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളൂ. താങ്ക് യു നമുക്കൊപ്പം ചേർന്നതിന് ഈ നിമിഷത്തിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിനപ്പുറമൊന്നും എനിക്കും കൂട്ടിച്ചേർക്കാനില്ല. ആ തീയതിയും ബാക്കിയുള്ള കാര്യങ്ങളും അവർ പറയുന്നു. ഇനിയൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലാണ്, സൈബർ സംഘത്തിൻ്റെ കയ്യിലാണുള്ളത്. മൊഴികളിലെ വൈരുദ്ധ്യം സ്വാഭാവികമാണ്. വീടിനുള്ളിൽ ക്യാമറ വെച്ചത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം പ്രേക്ഷകർക്ക് വിട്ടു നൽകിക്കൊണ്ട് അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.